ജോലിസ്ഥലത്ത് മാനേജ്മെൻറ്റിനെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മാനേജ്മെൻറ്റിന് നൽകുന്ന ഏത് റിപ്പോർട്ടിൻ്റെയും കൂടെ ഒരു ചാർട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണ് ചാർട്ട്? നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റയുടെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ചാർട്ട്. ഒരു ടേബിളിലെ കുറേ നമ്പറുകൾ നോക്കി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ചാർട്ട് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എക്സലിൽ ചാർട്ട് എന്ന ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും ഫലപ്രദമായി വിവിധ തരത്തിലുള്ള ചാർട്ടുകൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇറ്റ് ഈസ് മീ ഷെരീഫ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെരീസ് ബൈനറി. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നാം ഇന്ന് പഠിക്കുന്ന വിഷയം. അതിനായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡാറ്റയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു സ്ഥാപനത്തിലെ ഒരു വർഷത്തെ, അതായത് 2020 സെയിൽസും പർച്ചേസും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. 3 കോളമാണ് ഈ ഡാറ്റയ്ക്കുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ മന്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ജനുവരി മുതൽ ജൂൺ വരെ. രണ്ടാമത്തെ കോളത്തിൽ പർച്ചേസ് വാല്യൂസും മൂന്നാമത്തെ കോളത്തിൽ സെയിൽസ് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, നാം ഈ ഡാറ്റാബേസിനകത്ത്, അതായത് ഈ ഡാറ്റക്കകത്ത് ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം റിബണിലെ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ടാബിൻ്റെ താഴെയായി വിവിധ തരത്തിലുള്ള ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചാർട്ട്സ് എന്ന ഒരു ടൂൾ സെക്ഷൻ തന്നെ ഉണ്ട്. അതിനകത്ത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോളം ചാർട്ടാണ്. ഇതാണ് കോളം ചാർട്ടിൻ്റെ സിമ്പൽ. കോളം ചാർട്ടിൻ്റെ സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയായി നമുക്ക് 2D കോളം, 3D കോളം, 2D ബാർ, 3D ബാർ എന്നുള്ള ഓപ്ഷൻസ് ലഭിക്കും. അതിൽ 2D കോളത്തിലെ ഒന്നാമത്തെ ക്ലസ്റ്റേർഡ് കോളം എന്ന ടൈപ്പാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ആ ഓപ്ഷൻ, ആ ഒരു ടൂള് ക്ലിക്ക് ചെയ്യുക. 2D കോളം, ക്ലസ്റ്റേർഡ് കോളം എന്നുള്ള ടൈപ്പ് ചാർട്ട് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ ഒരു ചാർട്ട് സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി അതിനുശേഷം ഈ ചാർട്ടിൽ നമുക്ക് ആവശ്യമായ മോഡിഫിക്കേഷൻസ് വരുത്തണം. ഒന്നാമതായി ഏറ്റവും മുകളിൽ ചാർട്ട് ടൈറ്റിൽ നോക്കുക. അതായത് ഈ ചാർട്ടിൽ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം. അതിനുവേണ്ടി ചാർട്ട് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ടൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ടൈറ്റിലാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ സെയിൽസ് വേഴ്സസ് പർച്ചേസ് -ഇയർ 2020 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ചു. എൻ്റർ അടിക്കുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ചാർട്ടിൻ്റെ ടൈറ്റിലായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഈ കോളം ചാർട്ടിന് 2 ആക്സിസ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസും മറ്റൊന്ന് വെർട്ടിക്കൽ ആക്സിസും. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നിങ്ങനെ മാസങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് എമൗണ്ട് കാണിച്ചിരിക്കുന്ന, അതായത് 2000, 4000, 6000 എന്നിങ്ങനെ എമൗണ്ട് കാണിച്ചിരിക്കുന്ന ആക്സിസിന് നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് എന്നും പറയും. അപ്പോൾ ഈ ആക്സിസിന് നമുക്ക് ടൈറ്റിൽ കൊടുക്കണം. അതിനുവേണ്ടി ചാർട്ടിനകത്ത് ക്ലിക്ക് ചെയ്യാം. ചാർട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിബണിൽ ചാർട്ട് ടൂൾസ് എന്ന ഹെഡിങ്ങിന് താഴെ 2 എക്സ്ട്രാ ടാബ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒന്ന് ഡിസൈൻ ടാബും ഒന്ന് ഫോർമാറ്റ് ടാബും. ഈ ഡിസൈൻ ടാബിന് താഴെയായി നമുക്ക് ആഡ് ചാർട്ട് എലിമെന്റ് എന്ന ഒരു ടൂള് കാണാം. ഈ ആഡ് ചാർട്ട് എലിമെന്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആക്സിസ് ടൈറ്റിൽസ് എന്നുള്ള ഓപ്ഷന് നേരെ പ്രൈമറി ഹൊറിസോണ്ടൽ, പ്രൈമറി വെർട്ടിക്കൽ എന്ന് പറഞ്ഞ് 2 തരത്തിലുള്ള ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ആദ്യം ടൈറ്റിൽ കൊടുക്കുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിനാണ്. അപ്പോൾ പ്രൈമറി ഹൊറിസോണ്ടൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാസങ്ങളുടെ പേരിന് നേരെ താഴെ നമുക്ക് ആക്സിസ് ടൈറ്റിൽ എന്നുള്ള പേരിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ടൈറ്റിൽ അവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ മന്ത്സ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം കീബോർഡിൽ എൻ്റർ അടിക്കുക. കീബോർഡിൽ എൻ്റർ അടിക്കുന്ന സമയത്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നതിന് താഴെ നമുക്ക് മന്ത്സ് എന്ന ടൈറ്റിൽ, ആക്സിസ് ടൈറ്റിൽ നമുക്ക് കിട്ടി. അതേപോലെ ഇനി എമൗണ്ടിന് നമുക്ക്
അതായത് വെർട്ടിക്കൽ ആക്സിസിനും ഒരു ടൈറ്റിൽ കൊടുക്കണം. അതിനുവേണ്ടി സെയിം പ്രൊസീജിയർ, ഡിസൈൻ ടാബിന് താഴെ ആഡ് ചാർട്ട് എലിമെന്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ആക്സിസ് ടൈറ്റിലിന് നേരെയുള്ള പ്രൈമറി വെർട്ടിക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രൈമറി വെർട്ടിക്കൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം ആക്സിസ് ടൈറ്റിൽ എന്ന പേരിൽ വെർട്ടിക്കൽ ആക്സിസിനും ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ എമൗണ്ട് ഇൻ ദിർഹംസ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എമൗണ്ട് ഇൻ ദിർഹംസ് എന്നുള്ള ടൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം നമുക്ക് ചാർട്ടിന്റെ ടൈറ്റിലായി, അതേപോലെ ഹൊറിസോണ്ടൽ ആക്സിസിന്റെ ടൈറ്റിലായി, വെർട്ടിക്കൽ ആക്സിസിന്റെയും ടൈറ്റിലായി. ഇനി ഇതിലുള്ള മറ്റൊരു എലിമെന്റ് എന്ന് പറയുന്നത് ഈ ആക്സിസ് ടൈറ്റിലിന് താഴെ കാണുന്ന ഈ ഒരു സെക്ഷനാണ്. അതായത് പർച്ചേസും സെയിൽസും. അതായത് കോളം ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കോളത്തിന്റെയും കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പർച്ചേസിനെയാണെന്നും ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെയിൽസിനെയാണെന്നും കാണിക്കുന്ന ഈ ഒരു ലിജൻഡ് എന്നാണ് ഇതിന് പറയുക. ഈ ലിജൻഡിന്റെ പൊസിഷൻ നമുക്ക് വേണ്ട രീതിയിൽ, അതായത് ഇതിപ്പോ താഴെയാണുള്ളത്, അത് വലതുവശത്ത് വേണമെങ്കിൽ വലതുവശത്ത് കൊണ്ടുവെക്കാം, ഇടതുവശത്ത് വേണമെങ്കിൽ ഇടതുവശത്ത് കൊണ്ടുവെക്കാം, അതേപോലെ മുകളിൽ വേണമെങ്കിൽ മുകളിൽ വെക്കാം. അപ്പൊ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിസൈൻ ടാബിനകത്ത് ആഡ് ചാർട്ട് എലിമെന്റിന്റെ താഴെ ലിജൻഡ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ്, ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ ഇപ്പോൾ ഉള്ളത് ബോട്ടം ആണ്. ഞാൻ ഇതിന് റൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ലിജൻഡ് റൈറ്റിൽ വന്നു. പർച്ചേസ് സെയിൽസ് എന്നുള്ള ലിജൻഡ് നമുക്ക് റൈറ്റ് സൈഡിൽ വന്നു. ഇനി നമുക്ക് ചാർട്ടിന്റെ സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം. അതിന് ഡിസൈൻ ടാബിന് താഴെ നമുക്കിവിടെ ചാർട്ട് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റൈൽ അവൈലബിൾ ആണ്. ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കാണിച്ചിരിക്കുന്ന ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്റ്റൈൽ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഞാനിവിടെ ഈ ഒരു സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്തു. ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാർട്ടിന്റെ സ്റ്റൈൽ മാറി. ഇപ്പൊ നോക്കാം, നേരത്തെ കൊടുത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. സെയിൽസ് വേഴ്സസ് പർച്ചേസ് ഇയർ 2020 നമ്മുടെ ചാർട്ട് ടൈറ്റിൽ അവിടെ ഉണ്ട്. അതേപോലെ ആക്സസ് ടൈറ്റിൽസ് അവിടെ ഉണ്ട്. പിന്നെ ലിജൻഡ് ഇവിടെ വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ലിജൻഡിന് വേണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ലിജൻഡ് റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൊടുക്കാം. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കുന്നത്, നമുക്കിവിടെ ഉള്ള ഡാറ്റ ജനുവരി മുതൽ ജൂൺ വരെ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കൂടുതൽ ഡാറ്റ ലഭിക്കുകയാണെങ്കിൽ, അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഡാറ്റയും നമുക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് ഈ എക്സിസ്റ്റിംഗ് ചാർട്ടിൽ ഉൾപ്പെടുത്തുക എന്ന് നോക്കാം. ഞാനിവിടെ ജൂൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫിൽ ഹാൻഡിൽ ടൂൾ ഉപയോഗിച്ച് ഡിസംബർ വരെ ഫിൽ ചെയ്തു. മാസങ്ങളുടെ പേര് ഇതേപോലെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. എല്ലാം ടൈപ്പ് ചെയ്യണമെന്നില്ല. അതിനുശേഷം പർച്ചേസ് എമൗണ്ട്, ഞാനൊരു 3 മാസത്തെ, അതായത് സെപ്റ്റംബർ വരെയുള്ള പർച്ചേസ് എമൗണ്ട് എൻ്റർ ചെയ്തു. അതിനുശേഷം സെയിൽസ് എമൗണ്ടും കൂടെ എൻ്റർ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ബോർഡർ കൊടുക്കാം. സെലക്ട് ചെയ്തു, ബോർഡർ കൊടുത്തു. ഇനി നമ്മൾ ഈ ആഡ് ചെയ്ത എക്സ്ട്രാ ഡാറ്റ, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ ഒരു ഡാറ്റയും കൂടെ നമുക്ക് ഈ എക്സിസ്റ്റിംഗ് ചാർട്ടിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 ടാബ്, അതായത് ഡിസൈൻ ടാബും അതേപോലെ ഫോർമാറ്റ് ടാബ് ഇവിടെ പ്രത്യക്ഷപ്പെടും. ഇതിൽ ഡിസൈൻ ടാബിന് താഴെയായി സെലക്ട് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ഡാറ്റ എന്നുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ക്ലിക്ക് ചെയ്യുക. ആ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചാർട്ട് ഡാറ്റ റേഞ്ച് എന്നുള്ള ഒരു ലൈൻ കാണാം. ഈ ചാർട്ട് ഡാറ്റ റേഞ്ചിൽ ഷീറ്റ് 1-ലെ A3 മുതൽ C9 വരെയാണ് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്രയും ഡാറ്റേന്റെ ചാർട്ടാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഡാറ്റ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ചാർട്ട് ഡാറ്റ റേഞ്ചിന് നേരെ ആ ലൈനിലുള്ള ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മന്ത് മുതൽ ഡിസംബർ വരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് A3 മുതൽ C15 വരെയായി. ഇപ്പം A3 മുതൽ C15 വരെ. നേരത്തെ ഇത് C9 വരെയായിരുന്നു, ഇപ്പോൾ C15 വരെയായി. വീണ്ടും അതേ പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ ചാർട്ട് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ. അതേപോലെ ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയുള്ള ഡാറ്റയ്ക്ക് വേണ്ടി സ്പേസ് അവിടെ പ്രൊവിഷൻ ചെയ്തിട്ടുമുണ്ട്. ഇനി ഒക്ടോബറിന്റെ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് കാണാം, ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം അത് ഓട്ടോമാറ്റിക്കലി ചാർട്ടിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്.
ഓക്കെ, ഇതേപോലെ നമുക്ക് ഡാറ്റ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ 2 ഡെസിമൽ പോയിന്റ് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോളം ചാർട്ടിനെ പറ്റി മാത്രമാണ്. കൂടുതൽ ചാർട്ടിന്റെ വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. മുൻകഴിഞ്ഞ ക്ലാസ്സുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. എക്സൽ പഠിക്കുകയോ പഠിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. മറ്റൊരു വിഷയമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.